ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്താണ് അപ്പോൾ നമ്മളെ UAE തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടൈം ആയിട്ടുണ്ട്. എന്താണ് നിങ്ങളൊക്കെ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തോ? എന്തായാലും ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ രസകരമായ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ആക്കുകയാണ് കേട്ടോ. അപ്പോഴെങ്ങനെ വീഡിയോസിലോട്ട് പോയാലോ? ക്യാമ്പിങ് ചെയ്യുമ്പോൾ എന്തായാലും ഗ്രില്ല് ചെയ്യുന്നത് നിർബന്ധമാണല്ലോ. അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സീബ്രീമായിരുന്നു. ഫിഷ് ആയിട്ടാണ് ഞാൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ വേറെയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചിക്കൻ എടുത്ത്, അപ്പോൾ ഞാൻ ഫിഷ് എടുത്ത്. അപ്പോൾ ഇതാ ഫിഷിലേക്ക് വേണ്ടിയുള്ള കുറച്ച് മസാലകളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എന്താണ് ഗരം മസാല, ഏതെങ്കിലും അറബിക് മസാല നിർബന്ധമാണ്, ചില്ലി ഫ്ലെക്സ്, കുരുമുളക്, പിന്നെ ഉപ്പ്, പിന്നെ എന്താണ് ഒലീവ് ഓയിൽ. ഇതും അതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അത് എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താണ് പുളിയുടെ വെള്ളം. നല്ല കട്ടിയുള്ള പുളീൻ്റെ വെള്ളം ആവശ്യമാണ്. പിന്നെ ഉപ്പ്. ഇങ്ങോട്ട് ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ സീബ്രീമൊക്കെ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ പുളി കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള പുളിവെള്ളം എടുക്കണം. അങ്ങനെ അതെല്ലാം ഞാനിതാ ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 സ്പൂണ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ അടിപൊളി ഫൈനായിട്ടുള്ള പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഫിഷിൽ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് ഒരു 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ സീബ്രീം ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച സീബ്രീം അവരിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിത് ഒരു 4-5 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 3 സീബ്രീമ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാല ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ നെക്സ്റ്റ് ഹുമൂസ് ഉണ്ടാക്കുന്നതാണ്. ഹുമൂസിൽ എക്സ്പേർട്ട് അസോക്കയാണ്. അപ്പോൾ അസോക്ക ഞാനത് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസോക്ക അടിപൊളിയായിട്ട് ഹുമൂസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളക്കടലുണ്ടല്ലോ, ചിക്ക് പീസ്, അത് ഇതേപോലെ തൊലി കളഞ്ഞിട്ട് സോക്ക് ചെയ്തിട്ട് അതിനെ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ട് അതിൽ ഒരു പച്ചമുളക്, പിന്നെ തെഹീന, അതായത് വെള്ള എള്ളിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത്, പിന്നെ ഒരു ഹാഫ് ലെമൺ ഇങ്ങനെ ഇതേപോലെ അതിനെ ലെമൺ ജ്യൂസൊക്കെ എടുത്തിട്ട് അതിൽ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഉപ്പ് അതിലിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ കുരുമുളക്. ഇതൊക്കെ അസോക്ക അങ്ങനെ കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഇടുന്ന കേട്ടോ. ഇതിൽ ഞാൻ എക്സ്പേർട്ടല്ല, അപ്പോൾ ആൾക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക്, പച്ചമുളക്, പിന്നെ ഈ ചിക്ക് പീസ് തൊലി കളഞ്ഞിട്ട് കണ്ടോ, കുരുമുളക്, പച്ചമുളക് തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. തൊലി കളഞ്ഞിട്ടല്ല, ചിക്ക് പീസ് തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒലിവ് ഓയിൽ, അങ്ങനെ അതും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് വെളുത്തുള്ളി. അത് ആളിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഇടണം, പക്ഷേ ആൾ ടേസ്റ്റ് വ്യത്യാസം വന്നപ്പോൾ എന്താണെന്ന് മറന്നല്ല അറിയാട്, പിന്നെ രണ്ടാമതും കയറിയിട്ട് കിട്ടോ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ആവശ്യമാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഹുമൂസ് ടെക്സ്ചറൊക്കെ കറക്റ്റായി കിട്ടാനാണ്, ബാലൻസിങ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഈ സംഭവം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാ സംഭവം കെട്ടിപ്പുറക്കി ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോവുകയാണ്. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ എന്ത് ഭംഗിയല്ലേ കാണാൻ. ആ ഒരു മോസമൊക്കെ അടിപൊളിയായിട്ട്, രാത്രിയൊക്കെ ലൈറ്റിങ് വെച്ചാൽ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ് കേട്ടോ അവർ. ഞങ്ങളെ കൂടെ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഇടയ്ക്ക് വരെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവരെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ ക്യാമ്പിങ്ങിന് എവിടെ പോകുന്നത് വെച്ചാൽ എക്സ്പോ ലേക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എക്സ്പോ ലേക്ക്, ലവ് ലേക്ക്, പിന്നെ ഫ്ലെമിംഗോ ലേക്കൊക്കെ ഉണ്ട്. പക്ഷേ എക്സ്പോ ലേക്കാണ് ക്യാമ്പിങ് ചെയ്യാൻ ബെറ്റർ, കാരണം അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അങ്ങോട്ട് വിട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ലേക്കിൽ ആ ഒരു അടുത്തുള്ള എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എക്സ്പോ ലേക്ക് സൂപ്പറാണ്. കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള ലേക്കിലൊന്നും വാഷ്റൂം അവിടെ പോസിബിൾ അല്ല, കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട വാഷ്റൂമാണല്ലോ. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണിത്. കാരണം ഓഫ് റോഡ് മീൻസ് ഇതേപോലെ റോഡും താറൊന്നും ഇല്ലാത്ത റോഡാണ്. എന്നാലും കുഴപ്പമില്ലാതെ പോയി വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 8-8 സമയമൊക്കെ ആയപ്പോഴും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ചേറൊക്കെ ഇരുന്ന് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ടെൻ്റ് അടിക്കണം, ഇനി ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആക്കണം, അതൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നേ വന്ന കുറേ ആൾക്കാർ അവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ കൂടെ വന്ന ഫാമിലി മുന്നേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നവർക്കായിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ പുയ്യാപ്പിളമാരൊക്കെ ചാർക്കോളൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്.
ഞങ്ങൾ പോയ സമയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പില്ലെങ്കിലും എന്നാലും തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ തണുപ്പിൽ ഈ ചൂടൊക്കെ ഇങ്ങനെ ഇതാകുമ്പോൾ നല്ല നല്ല രസമായിട്ട് ഭയങ്കര എന്താണ് എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം നമ്മൾ ഈ ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തായിപ്പോയി. അപ്പോൾ ആ പിള്ളേർ ഭയങ്കര ത്രില്ലിലാണ്, അവർക്കൊരു രസം. അങ്ങനെ അത് കണലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെച്ചത് കബാബാണ് കേട്ടോ. അപ്പോൾ അത് ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയൊക്കെ വെക്കാൻ വിചാരിച്ചാൽ പെട്ടെന്നാവില്ല, കബാബ് പെട്ടെന്നാവും. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവർ കൊടുന്ന ചിക്കനാണ്, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, അതായത് തൈര്, കുരുമുളക്, ഉപ്പ് കുറേ നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ചിക്കനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കബാബ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മട്ടൻ്റെ ഉണ്ടായിരുന്നു, അതുപോലത്തെ ചിക്കൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഫിഷ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് പിന്നെ പെട്ടെന്നാവുമല്ലോ, അത് കാരണമാണ് ലാസ്റ്റ് വെച്ചത് കേട്ടോ. ഈ ഫിഷും അതുപോലത്തെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴേ ഇടയ്ക്കിനെ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടയ്ക്കിനെ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ ഗ്രില്ല് ചെയ്തതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അസോക്ക് ഉണ്ടാക്കിയ ഹുമ്മൂസ്, പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്തത്, പിന്നെ പിക്കിൾസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുബൂസും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കായിരുന്നു. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 11:30-12 ആയ ടൈമൊക്കെ ആയപ്പോൾ നല്ലോണം തണുത്തപ്പോൾ ബാക്കിയുള്ള കടലിട്ട് ഞങ്ങളിങ്ങനെ കൈങ്ങനെ ചൂടാക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടെൻറ്റിലേക്ക് പോയി, എല്ലാവരും കിടക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫാമിലി ടെൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് മാറി ടെൻറ്റ് അടിച്ചത്. പക്ഷേ ഞങ്ങൾ ടെൻറ്റ് തൊട്ടടുത്ത് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ അവരെ കൊണ്ട്. അവർ പാട്ടും അതുപോലെ തന്നെ ആരോ ഒരാൾ ഭയങ്കര കൂർക്ക വലിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നേ. അവിടെ പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഉറങ്ങി 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് അവരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലായി. എന്ത് ഭംഗിയല്ല കാണാൻ. രാവിലത്തെ കാഴ്ചയുണ്ട്, അവിടുത്തെ രാവിലത്തെ കാഴ്ചയാണിത്. ഹലിയും നേലൊക്കെ നല്ല ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കണതിൻ്റെ മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് പോയതാണ് കേട്ടോ. അവിടുത്തെ ആ ലേക്കിൽ ഇങ്ങനെ ചുറ്റുമല്ല കുറച്ച് ഭാഗം നടക്കാൻ വിചാരിച്ച്. പിന്നെ എക്സ്പോ ലേക്കിൽ പോയാൽ ഈ ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കട്ടെ. നമ്മളെ തലേൻ്റെ മുകളിലൂടെ പറയും, അതായത് നമ്മൾ തൊട്ടടുത്ത് കൂടി പറക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല സൗണ്ടിൽ കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ ഒരു ഈ ലേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാം. പിന്നെ ഇതേപോലെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്കിങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ എണീറ്റ് ഉഷാറായിട്ടുണ്ട്. ഇനി ഇവരെ ബ്രഷ് ചെയ്യിപ്പിക്കണം. അതിനൊക്കെ വാഷ്റൂമൊക്കെ അവിടെ അവൈലബിൾ ആട്ടോ. നെയിലതാ ബ്രഷൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട് ബ്രഷ് ചെയ്യാൻ.
പിന്നെ എന്താണ് അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ എന്താണ് ചായ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഗ്യാസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ. അങ്ങനെ ചായ ഉണ്ടാക്കി. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബൺ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ആക്കി കേട്ടോ അവിടുന്ന്. അതൊന്നുമില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ഈ അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക, പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ അവിടുന്ന് ട്രൈ ഒക്കെ വിചാരിച്ചിട്ട് ഞാനും ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണാണല്ലോ, മറ്റേ ചായ കപ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ ഇൻസ്പയർ ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇതേപോലെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ശരിക്കും എനിക്ക് തോന്നുന്നത് ബീറ്ററൊക്കെ വെച്ചിട്ട് നല്ലോണം നല്ല മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയി കിട്ടും കേട്ടോ. ഇത് ബീറ്ററൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് സ്പൂണിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തതാണ്. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ സിമ്പിളാണ്, ഒന്നുമില്ല. പിന്നെ നല്ല സോഫ്റ്റായി ബണ്ണെടുക്കുക, അതിൽ സ്പ്രെഡാക്കിയിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇറാനി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ സാധാ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, രസം ഉണ്ടായിരുന്നു. നല്ല മെയിനായിട്ട് നല്ല സോഫ്റ്റായി ബണ്ണെടുക്കണം, അപ്പോഴാണ് കഴിക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതേപോലെ നമ്മൾ സ്പ്രെഡാക്കി എടുത്തിട്ട് പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആ ഒരു ബട്ടൻ്റെ ഇങ്ങനെ പുറമേ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതാണ് ഇറാനി ചായയിൽ മുക്കി കഴിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആ ഒരു പുറമേ തേച്ചിട്ട് അങ്ങനെയാണ് ഇറാനി ചായയിൽ മുക്കി കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമ്മൾ ഓംലെറ്റും ബ്രെഡും കൊണ്ട് കഴിച്ചു. നമ്മൾ ബൺബസ്കയും ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് കഴിച്ചു അവിടുന്ന്. പിന്നെ പിള്ളേർക്ക് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. ഈ ക്യാമ്പിംഗ് ഒക്കെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. കാരണം ചിലർക്കൊന്നും ഉറക്കം കിട്ടൂല ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നാൽ, പക്ഷെ അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. ഇനിയിതാ ഞങ്ങൾ തണുപ്പ് വല്ലാണ്ട് അങ്ങോട്ടായിട്ടില്ല, അപ്പോഴാണ് ക്യാമ്പിങ് ചെയ്തത്. ഇനിയിപ്പോൾ ഡിസംബറും ജാനുവരി ഒക്കെ നല്ലോണം തണുപ്പാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ക്യാമ്പിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. ഒരു 9 ഒക്കെ ആയപ്പോൾ നല്ലോണം വെയിലൊക്കെ വന്നിരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ കെട്ടിപ്പെറുക്കി അല്ലെങ്കിൽ തിരിച്ചു കിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെക്കും ബൈ.